ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ശരിക്കും നേരത്തെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത ഒരു വ്ളോഗായിരുന്നില്ല. എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു ജൂൺ 8-ന്. അതിന് വേണ്ടിയിട്ട് എടുത്തൊരു ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യുന്നത് ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു കല്യാണം ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് റാൻഡം ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കണ്ടപ്പോൾ തോന്നി എന്തായാലും എല്ലാം കൂടിയിട്ട്, അതായത് കല്യാണത്തിൻ്റെ തലേദിവസവും പുടവ കൊടുക്കുന്ന ദിവസവും കല്യാണത്തിൻ്റെ ആ ഒരു ദിവസവും റിസപ്ഷനും എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ വ്ളോഗ് പോലെ ചെയ്യാം. കാരണം എൻ്റെ ലൈഫിൽ ഉള്ള സന്തോഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജൂൺ 6-ാം തീയതിയാണ് പുടവ കൊടുക്കാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ചേച്ചിയുടെ വീട് കൂത്താട്ടുകുളത്താണ്. അപ്പോൾ ഞാനിട്ട ആ ഒരു ഡ്രസ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തത് കേട്ടോ. നമ്മളൊരു ഹാഫ് സാരി ആയിരുന്നു എല്ലാവരും, നമ്മൾ സിസ്റ്റേഴ്സൊക്കെ ഹാഫ് സാരി മോഡലായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസം, അതായത് 7-ാം തീയതിയാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ അമ്മ വീട്ടിൽ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി നമ്മൾ 6-ാം തീയതി അങ്ങോട്ടേക്ക് പോയി. പിന്നെ 7-ാം തീയതി അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, എന്നാലും കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6-ാം തീയതി ഈ പുടവെടുക്കലിന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു. അതിന് ശേഷം 7-ാം തീയതി അമ്മ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ രാത്രിയിൽ മൈലാഞ്ചി ഇടുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചി ഇടണം എന്നുള്ളതും പ്ലാനിലില്ലാത്ത കാര്യമാണ്. ഈ ഒരു മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല്ലേ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ലോണം കളറ് വരും. പക്ഷേ ഒരു 1-2 ദിവസത്തിനുള്ളിൽ അത് പോകുകയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ ഇടാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈയുടെ അകത്ത് എൻ്റേതായ കുറേ ഡിസൈൻസ് കേട്ടോ, അതൊന്നും പുറത്ത് കാണിക്കാൻ പോലും കൊള്ളില്ല, അത്രയും നല്ല ഡിസൈൻസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടനെ കാണുന്നത്. ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വരയ്ക്കും കേട്ടോ. പക്ഷേ ആളതങ്ങനെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ജോലിക്കിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് പേപ്പറിൽ വരച്ചിട്ട് എനിക്ക് അയച്ചു തരും. അപ്പം ഞാനിങ്ങനെ പറയും ഈ ഒരു കഴിവ് നമുക്കൊന്ന് പരിപോഷിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആളതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏട്ടനെ കൊണ്ട് കുറച്ച് ഡിസൈൻസ് എൻ്റെ കയ്യിൽ വരപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ മുകളിൽ ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കുവാണ്, കല്യാണത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ളത്. എന്നോട് കൂടാൻ അവർ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ ഞാൻ കൂടിയില്ല, വെറുതെ അവരുടെ പരിപാടി നമ്മൾ കൊളാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതും നടക്കുന്നുണ്ട്. സോ കല്യാണ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള ഞങ്ങളുടേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാമനാണ് കേട്ടോ. ഞാൻ മാമനെ പറ്റി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇടുന്നത് കണ്ട് കേശുക്കുട്ടനും ഇത് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അത് വേണം അവന്. അപ്പോൾ പിന്നെ മാമൻ അവൻ്റെ കയ്യിൽ ചുമ്മാ മൈലാഞ്ചിയൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ആ ഒരു ഡേയിലെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സാരി ഇതായിരുന്നു. എങ്ങനെയുണ്ട് സാരി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി ഇവരാദ്യം ഡ്രസ്സ് എടുക്കാൻ പോയത് നമ്മുടെ കുത്താമ്പുള്ളി തൃശ്ശൂരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ബോയ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തു. ഈ ഒരു കളറ് സെലക്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കും ഈ ഒരു കളർ മാച്ച് വരുന്നത് എടുക്കണം. ഒരു മെറൂൺ ഷെയ്ഡായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ കോട്ടയത്ത് പോയിട്ട് ആദ്യം ഒരു സാരി എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അത് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ അത് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. ഞാനും എൻ്റെ ഒരു കസിൻ കുട്ടിയും കൂടെ പോയിട്ടാണ് എടുത്തത്. പിന്നെ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് പിറ്റേ ദിവസം കൊണ്ട് മാറിയിട്ട് ഈ ഒരു സാരി എടുത്തു. ഈ സാരി എടുത്തപ്പോഴും നമ്മൾ വലിയ സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. പിന്നെ വിചാരിച്ചു ഒരു ദിവസത്തേക്കല്ലേ ഇതൊക്കെ ഇടുകയുള്ളൂ, അപ്പം ഇത് തൽക്കാലം കളറ് വരുന്നതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ ഒരു കളറ് കുറച്ച് കിട്ടാൻ പാടുള്ള ഒരു കളറാണല്ലോ. ഞങ്ങൾ കോട്ടയത്ത് കുറേ ഷോപ്സിൽ പോയി, കല്യാണിൽ പോയി, നർമ്മദയിൽ പോയി, പുളിമുട്ടിൽ സിൽക്സിൽ പോയി, ലാസ്റ്റ് ലക്ഷ്മി സിൽക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു സാരി എടുത്തത്. അപ്പോൾ ദി കേശുക്കുട്ടൻ്റെ ഷർട്ടും ഇത് അവരെല്ലാവരും ഇട്ടിട്ടുള്ള അതേ സെയിം ഷർട്ടാണ് കേട്ടോ. ഷർട്ടൊക്കെ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കുമായിരുന്നു. കേശുക്കുട്ടൻ ഇപ്പം 1.25 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അവനെയായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന പോലൊന്നും പറ്റില്ല. ഇപ്പോൾ അവൻ ആദ്യം നടക്കും, അതിൻ്റെ പുറകെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഐഫോൺ വാങ്ങിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐഫോണിൽ കുറേ പിക്സ് എടുത്തു കേട്ടോ. നല്ല നല്ല രസമുണ്ടായിരുന്നു ഐഫോണിലെടുത്ത ഫോട്ടോസൊക്കെ. പിന്നെ കുറച്ച് കളർ ഗ്രേഡിങ്ങും അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതിലിട്ടിട്ടുള്ള എല്ലാ ഫോട്ടോസൊന്നും എഡിറ്റഡ് അല്ല കേട്ടോ, ചിലതൊക്കെ എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. കൂത്താട്ടുകുളത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം, ചേച്ചിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതൊക്കെ ക്യാമറയിൽ ക്യാമറാമാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ക്യാമറ വർക്ക് ചെയ്തത്. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് റിസപ്ഷനാണുള്ളത്. റിസപ്ഷൻ്റെ ഡ്രസ്സ് ഞാൻ ദേ ഇതാണ് ഇട്ടിട്ടുള്ളത്. നമ്മളുടെ ഒരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ ഞാൻ ഓൾട്ടർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ചേച്ചിയുടെ വ്ളോഗിൽ കണ്ട ഡ്രസ്സല്ലേ, നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ക്യാമറാമാൻ മഹിച്ചേട്ടൻ എടുത്തു തന്ന ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം അവർ റിസപ്ഷനാണ് കേട്ടോ വന്നത്, കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു. കല്യാണം കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ, പിന്നെ മഴയുടെ ഒരു സീസണും കൂടെയൊക്കെ ആയതുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ റിസപ്ഷനിലുള്ള കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മടുത്തു കേട്ടോ. അതായത് രാവിലെ തൊട്ട് ഒന്ന് ട്രാവൽ ചെയ്യാൻ തന്നെ നല്ലോണം ഉണ്ട്. ഒരു 1 അവർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരു 1 അവർ ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ട്രാവൽ ചെയ്ത് നമുക്കൊരു മടുപ്പ് വരുമല്ലോ. പിന്നെ ഒരു 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ അങ്ങനെ റിസപ്ഷൻ ആയപ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ മടുത്തു. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു എനർജി വിട്ട് കളയാൻ പാടില്ലല്ലോ. പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിന്ന് പാടുന്നത് അച്ഛൻ്റെ പെങ്ങടെ മോനാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോനാണ്. ആളിങ്ങനെ ഗാനമേള ഒക്കെ പോകുന്നതാണ്, ട്രൂപ്പൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇങ്ങനെ പാടണ കണ്ടപ്പോൾ കേശുക്കുട്ടനും മാമനെ കണ്ടപ്പം എന്നാൽ പിന്നെ മാമൻ്റെ കൂടെ പാടിയേക്കാന്ന് ഓർത്ത് കയറിയേക്കുന്നതാണ്. പക്ഷെ പാടാനൊന്നുമല്ല, ആ കയ്യിരിക്കുന്ന മൈക്ക് വേണം, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഈവനിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനേക്കാളും ഒന്നുകൂടെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് റിസപ്ഷനാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഈ സാരിയൊക്കെ ഉടുത്ത് നടക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു, എല്ലാവർക്കും അല്ല, എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ അല്ല കേട്ടോ സാരി. അതുകൊണ്ട് ഞാൻ വളരെ ആവശ്യം വേണ്ട സാഹചര്യങ്ങളിൽ മാത്രമേ സാരി ഉടുക്കാറുള്ളൂ. ഇപ്പോൾ കോളേജിലൊക്കെ വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കോളേജിലുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉടുക്കുകയുള്ളൂ. അത് മേ ബി എനിക്കങ്ങനെ സാരി ഉടുത്തത്ര ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈവനിങ് ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഇട്ടതിൽ രാവിലത്തെ ആ ഒരു ഡ്രസ്സായിരുന്നോ ഈവനിങ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത് എന്നുള്ളവരുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സോങ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം സോങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ പാട്ടുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണാനേ ഇപ്പോൾ തൽക്കാലം നിർവാഹമുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഞാൻ റീലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡാൻസൊക്കെ ഇടാം. നമുക്ക് കുറച്ച് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടിയിട്ട് ഞാനത് അങ്ങനെ ഒരു റീലാക്കി ഇടാം കേട്ടോ. അപ്പം കോപ്പിറൈറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനൊരു ഡാൻസിൻ്റെ കുറച്ച് പോർഷൻസ് റീലാക്കി ഇട്ടേക്കാവേ. പിന്നെ നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് രാത്രി തന്നെ പോരും കേട്ടോ. ഒരു 10-11 മണി ആവുമായിരിക്കും. എങ്കിലും രാത്രി തന്നെ പോരും. കാരണം മൺഡേ എനിക്ക് കോളേജിൽ പോകണം, ലീവ് എടുക്കാൻ പറ്റില്ല. ആക്ച്വലി ഒരു ലീവ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം അത്രയ്ക്കും ഒരു ക്ഷീണമായി. പക്ഷേ എനിക്ക് പനിയായിരുന്നുകൊണ്ട് 2 ദിവസം ഓൾറെഡി ഞാൻ ലീവായിരുന്നു. വ്യാഴവും വെള്ളിയും അല്ല, ബുധനും വ്യാഴവും ലീവായിരുന്നു. വെള്ളിയാഴ്ച നമുക്ക് ഓൾറെഡി ബക്രീദിൻ്റെ അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും മൺഡേ ലീവ് എടുക്കുന്നില്ല. പിന്നെ അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ത് പറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഫോട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ പനി വന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ മോന് പനിയായിരുന്നു, കേശുക്കുട്ടന് പനിയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പനിയായി. അപ്പോൾ അന്നൊരു ദിവസം രാത്രിയിൽ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ട്രിപ്പ് ഇട്ട് കിടക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ. അതല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒന്നും ആയില്ല, ജസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ട് പോന്നു. പിന്നെ പിറ്റേ ദിവസം ഒ പിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പനി വരുന്നത് ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മൾ നല്ല പ്രൊഡക്റ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നമ്മുടെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടേതായ ഒരു ഡാൻസ് ഉണ്ട്. ആദ്യം ഞാനൊന്നും ഡാൻസ് കളിക്കാൻ കയറിയില്ല കേട്ടോ. അതിനുശേഷം ഞാനും കയറി. കാരണം നമ്മുടെ മറ്റേ സിനിമയിൽ പറയില്ല, ആക്ഷൻ ഹീറോ ബിജുവിൽ പറയില്ലേ, ഷൂഷു എന്ന് വിളിച്ചാൽ ആരായാലും നോക്കി പോകും എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ കേട്ടാൽ ആരായാലും ഡാൻസ് കളിച്ച് പോകും എന്ന് പറഞ്ഞ പോലെ ഞാനും കുറച്ച് ഡാൻസൊക്കെ കളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ക്ലിപ്സൊന്നും മുഴുവനൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. എന്തായാലും വളരെയധികം എൻജോയ് ചെയ്തു. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു കല്യാണമാണ് കേട്ടോ. ഇനിയും അമ്മ വീട്ടിലെ കല്യാണങ്ങൾ കഴിക്കാൻ ചേട്ടായിമാർ ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണല്ലോ ഇതെല്ലാം. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എൻ്റെ അമ്മ വീട്ടുകാരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ കുഞ്ഞ് ഫംഗ്ഷനും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇതൊരു കംപ്ലീറ്റ് വീഡിയോ അല്ല, ഇതൊരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണ്. എങ്കിലും എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.